السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളായി ജവാഹിറുൽ അഷ്ആറിൽ ധാരാളം കാര്യങ്ങൾ 10 വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എണ്ണിയിട്ടുണ്ട്. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കോട്ടുവായില്ലായിരുന്നു. നബി തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ലായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് പിൻഭാഗത്തേക്ക് കാഴ്ചയുണ്ടായിരുന്നു. നബി തങ്ങൾക്ക് പിന്നിലേക്ക് കാഴ്ച ഉണ്ടായിരുന്നു. നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി മക്കയിൽ നിന്ന് പല ശത്രുക്കളും വരും മദീനയില്. അവർ പിന്നിൽ നിൽക്കുമ്പോൾ നബി തങ്ങൾ മുന്നിലേക്ക് നോക്കി അവരെന്താണ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ടായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറക്കത്തിൽ സ്ഖലനം ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരുന്നാൽ അഞ്ചാമത്തെ കാര്യം ചുമല് ഉയരത്തിൽ കാണുമായിരുന്നു. ഒരു സദസ്സിൽ ഇങ്ങനെ ഇരുന്നാൽ ഏറ്റവും ഉയരത്തിൽ കാണുന്ന ആൾ നബി തങ്ങളേക്കാരം. എന്നാൽ അധികം നീളമുള്ള ആളോ കുറിയ ആളോ ഒന്നും ആയിരുന്നില്ല. സഹാബത്തിന്റെ കൂട്ടത്തിൽ നീളമുള്ള ആൾക്കാർ വേറെയുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നീളം കൂടിയ ആളാണ്. എന്നാൽ ഒരു സദസ്സിൽ നബി തങ്ങൾ ഇരുന്നാൽ നബിനെയാണ് ഏറ്റവും ഉയരത്തിൽ കാണുമായിരുന്നത്. നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ആറാമത്തേത് പുണ്യ നബിയുടെ മലവും മൂത്രവും തുടങ്ങി വെറുക്കപ്പെടുന്ന ഒരു വസ്തുവും ആരും കണ്ടിരുന്നില്ല. അത് ഭൂമി വിഴുങ്ങലായിരുന്നു പതിവ്. നബി തങ്ങളുടെ മലവും മൂത്രവും ആരും കണ്ടിട്ടില്ല. ഭൂമി വിഴുങ്ങിക്കളയലായിരുന്നു പതിവ്. സുബ്ഹാനല്ലാഹ്. ഏഴാമത്തതായി നബി തങ്ങളുടെ കണ്ണുറങ്ങുമെങ്കിലും കൽബുറങ്ങാറില്ല. എട്ടാമതായി നബി തങ്ങളെ കാണുമ്പോൾ മൃഗങ്ങൾ ഓടാറില്ല. നമ്മളെ കാണുമ്പോൾ ആടും കോഴിയും പോത്തും മൂരിയൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് പതിവ്. എന്നാൽ നബി തങ്ങളെ കാണുമ്പോൾ ഓടൂല. നബിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയായിരുന്നു പതിവുണ്ടായിരുന്നത്. നബി തങ്ങളുടെ അടുത്ത് വരിക മാത്രമല്ല, നബി തങ്ങളോട് പലപ്പോഴും സംസാരിക്കുകയും ചെയ്തിരുന്നു. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒട്ടകം സംസാരിച്ചത്, മാൻ സംസാരിച്ചത് കാണാം. واستجارك يا حبيبي عندك ظبي نافور. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു തോട്ടത്തിലൂടെ പുണ്യനബി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ഒട്ടകത്തെ കണ്ടു. നബി തങ്ങളെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്ന ഒട്ടകം ശക്തമായിട്ട് കരഞ്ഞു. അതിന്റെ പുറത്തിങ്ങനെ തലോടിയിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഈ ഒട്ടകത്തിന്റെ യജമാനൻ എവിടെ? ഇതിന് മര്യാദക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നില്ല എന്ന് അതെന്നോട് പരാതി പറയുകയാണ്. ഇത്തഖില്ലാഹ ഫീ ഹാദൽ ബഹായിം. ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞതായി കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാട്ടിൽ നിന്ന് ഒരു മാനിനെ വേട്ടയാടി ഒരു വേട്ടക്കാരൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടപ്പോൾ ആ മാന് അതിശക്തമായി കരഞ്ഞു. പുണ്യനബി അടുത്ത് ചെന്നു. മാനിനെ വേട്ടയാടി കൊടുന്ന വേട്ടക്കാരനോട് പറഞ്ഞു, വേട്ടക്കാരാ, ഈ മാനിന് ചെറിയ കുട്ടികളുണ്ടെന്നും ഒരിക്കൽ കൂടി കാട്ടിലേക്ക് പോയി തൻ്റെ കുട്ടികൾക്കൊന്നും മുല കൊടുത്ത് മടങ്ങി വരാമെന്നുമാണ് ഇത് പറയുന്നത്. വേട്ടക്കാരൻ ചോദിച്ചു, മുഹമ്മദേ, ഈ മാനിനെ കാട്ടിലേക്ക് വിട്ടാൽ അത് മടങ്ങി വരുമോ? നീ എന്ത് വിഡ്ഢിത്തരമാ പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, അത് മടങ്ങി വരുമെന്ന് എന്നോട് ഉറപ്പ് പറയുന്നുണ്ട്. വേട്ടക്കാരൻ പറഞ്ഞു, എങ്ങാനും മുഹമ്മദേ, ഞാൻ ഈ മാനിനെ കാട്ടിലേക്ക് വിട്ടിട്ട് അത് മടങ്ങി വന്നില്ലെങ്കിൽ ഇതിന് പകരമായി നിന്നെ അറുക്കും, സമ്മതമാണോ? നബി തങ്ങൾ പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്മതമാണ്. സമ്മതമാണെന്ന് പറഞ്ഞ് അവിടെ നിന്നെടുത്തപ്പോ വേട്ടക്കാരൻ മാനിനെ അഴിച്ചു വിട്ടു. മാൻ കാട്ടിലേക്ക് പോയി. ആകാംക്ഷയോടുകൂടെ എല്ലാവരും കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്ന് മാനത ഇറങ്ങി വരുന്നു. വേട്ടക്കാരൻ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഅതാകൽ ഊദു യബ്കി وتذلل بين يديك واستجارك يا حبيبي عندك ظبي نافور. يا نبي سلام عليكم
അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാതുല്ലാഹി അലൈക്കും. ഒമ്പതാമതായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല. പ്രകാശവും ചേർന്നാൽ പിന്നെ എങ്ങനെ നിഴലുണ്ടാവാനാണ്? നബി തങ്ങളുടെ ശരീരത്തിലെ ഒരു ഭാഗത്തിനും, മുടിക്കോ നഖത്തിനോ ശരീരത്തിലെ ഒരു ഭാഗത്തിനും നിഴൽ ഉണ്ടായിരുന്നിട്ടേ ഇല്ല. നബി തങ്ങൾക്ക് നിഴലില്ലായിരുന്നു. പത്താമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂല് ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായാണ് വന്നിരിക്കുന്നത്. നബി തങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രത്യേകതകൾ എണ്ണിയാ തീരൂല. ജവാഹിറുൽ അഷ്ആരിൽ പറഞ്ഞ 10 കാര്യങ്ങളെ ഞാൻ എണ്ണി എന്ന് മാത്രം. നബി തങ്ങളുടെ പ്രാധാന്യം കുറിച്ച് മാത്രം പഠിച്ചാൽ തന്നെ അതൊരു വലിയ ബഹറാണ്. അതിൽ മുങ്ങിയിട്ട് എത്ര എടുത്താലും കഴിയൂല, അതിനുമാത്രം വലിയ ബഹറാണ്. നമ്മുടെ ഏറ്റവും വലിയ പഠന വിഷയം മുഹമ്മദ് നബി ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ആ വിഷയത്തിൽ പരിശ്രമിക്കണം. നമ്മുടെ പഠന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഹമ്മദ് നബി